അങ്ങ് സ്വർഗത്തിലേക്കുള്ള വഴി കല്ലും മുള്ളും നിറഞ്ഞതാണെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുപോലെ ഒരു സ്വർഗത്തിലേക്കാണ് ഈ ഓഫ് റോഡ് എക്സ്പീരിയൻസും കഴിഞ്ഞ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബാലുശ്ശേരിക്ക് അടുത്തുള്ള വയലട റിസോർട്ടിലേക്കാണ്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാപ്പിത്തോട്ടത്തിലൂടെയാണ് റിസോർട്ടിലേക്കുള്ള എൻട്രൻസ്. ഞങ്ങൾ അവിടെ എത്തുന്നത് ഏകദേശം ഒരു ഉച്ച സമയത്താണ് കേട്ടോ. ആ ഒരു സമയത്തും കംപ്ലീറ്റ്ലി കോട ഇറങ്ങിയിട്ട് അടിപൊളി ഒരു ക്ലൈമറ്റ് ആയിരുന്നു. ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ പോയത്, അതുകൊണ്ട് തന്നെ ഡോമാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. കപ്പിൾസ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ അടിപൊളി പ്രീമിയം റൂംസും ഇവിടെ അവൈലബിൾ ആണ്. എല്ലാം തന്നെ നീറ്റ് ആയിട്ടാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഞങ്ങളെ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്കുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. ഒരു രക്ഷയില്ല, വേറെ ലെവലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂളിലേക്കാണ്. നമ്മുടെ വയലടയിലെ തന്നെ ഏറ്റവും വലിയ പൂളാണ് ഇത്. ഈ ഒരു പൂളിന് ചുറ്റും ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കിളികളുടെ സൗണ്ട് ഒക്കെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. ബ്ലൂടൂത്ത് സ്പീക്കർ ഒക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ അത് പ്രത്യേകിച്ച് നമ്മൾ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് മഴയും കൂടെ പെയ്തപ്പോൾ പൂളിന്റെ ഭംഗിയൊക്കെ ഡബിൾ ആയേ. ഈ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ മഴയും കോടയും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് മാറി മാറി വരുന്നുണ്ട്. കോടയൊക്കെ പോയപ്പോൾ നമ്മുടെ റിസോർട്ടിന്റെ വ്യൂ ആണ് കേട്ടോ ഇത്. വൈകുന്നേരത്തെ ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് സംതിങ് വെരി സ്പെഷ്യൽ ആണ് കേട്ടോ. സൂര്യാസ്തമയം കൂടെ ഞങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. റിസോർട്ടിലെ നൈറ്റ് വ്യൂ ആണ് കേട്ടോ ഇത്. കോടമഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വരുന്നതൊക്കെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഇനി ഇതാ പൂൾ ടൈം ആണ് കേട്ടോ. വെള്ളം കണ്ടാല് നമ്മുടെ ഏജ് ഒക്കെ റിവേഴ്സ് ഗിയർ ആവുമെന്ന് പറയൂലേ. ഹോണസ്റ്റ്ലി ഞങ്ങൾ അത്രമാത്രം എൻജോയ് ചെയ്തിട്ടുണ്ട്. നല്ല പ്രൈവസി ഉള്ളത് കൊണ്ട് തന്നെ ലേഡീസിന് മാത്രമാണെങ്കിലും ഇവിടെ ധൈര്യമായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റൂ കേട്ടോ. ഇനിയിപ്പോൾ ഓണം വെക്കേഷൻ ഒക്കെ അല്ലേ വരുന്നത്, നല്ലൊരു സ്റ്റേക്കേഷൻ നോക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്നു കേട്ടോ. ഇവരുടെ കോൺടാക്ട് നമ്പറും അക്കൗണ്ടും കൂടെ ഞാനിവിടെ കൊടുക്കാം.